കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഈ ക്ലാസ് എടുക്കുന്നയാളെന്ന നിലയിൽ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധാപൂർവമാണ് സംബന്ധിക്കുന്ന എല്ലാവരും ക്ലാസ്സിൽ ആയിരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് ദിവസങ്ങളിൽ ക്ലാസ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സഹോദരങ്ങളുടെ റെസ്പോൺസിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഒരു പ്രസംഗം കേൾക്കുന്ന ആസ്വാദ്യത ഉണ്ടാവില്ല. പഠനമാണല്ലോ. അപ്പം പഠനത്തിൻ്റെ ഒരു ശൈലിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ഇന്ന് അനേക ആളുകൾ പ്രസംഗം കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശൈലി വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആമുഖം പറഞ്ഞ് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രിയ ഷൈജൻ സഹോദരൻ 3 ക്ലാസ്സുകൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലെ ക്രമമായിട്ടുള്ള കാര്യങ്ങൾ താൻ പറയുകയുണ്ടായി. ഒടുവിൽ നമ്മൾ കണ്ടത് ഈ സുവിശേഷം യോഹന്നാൻ എഴുതിയതിൻ്റെ ലക്ഷ്യം വളരെ മറ്റ് സുവിശേഷകന്മാരാരും അത് പറഞ്ഞിട്ടില്ല. തങ്ങൾ എന്തിനാണ് സുവിശേഷം അങ്ങനെ എഴുതിയതെന്ന് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ മാത്രമേ തൻ്റെ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. ഇത് വായിക്കുന്നവർ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അറിയുകയും കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അവർക്ക് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയത്. നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഈ സുവിശേഷം പഠിക്കുമ്പോൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം, മറ്റ് 3 സുവിശേഷകന്മാർ നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടൊരു വാക്ക്, വേദശാസ്ത്രപരമായിട്ട് സമവീക്ഷണ സുവിശേഷങ്ങൾ, സമവീക്ഷണ സുവിശേഷകാരന്മാർ അവരെഴുതിയത് തികച്ചും അവരെഴുതിയതിനോട് നീതി പുലർത്തുന്നുണ്ട്. എന്നാൽ അവർ എഴുതാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങൾ ആണ് യോഹന്നാൻ എഴുതാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നൊരു പുതിയ കാര്യം പറയുകയാണ്. ഈ ആദ്യത്തെ 3 സുവിശേഷകന്മാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷകന്മാരും യേശുക്രിസ്തുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ യഹൂദ്യയിലെ ശുശ്രൂഷ പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് യഹൂദ്യയിൽ ശുശ്രൂഷിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ആദ്യത്തെ സുവിശേഷകന്മാർ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് ജനനമല്ല. ജനനം, ആദ്യത്തെ 12 വയസ്സ്, ഇതൊന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം ഒന്നെടുത്താട്ട്. അവിടെ മർക്കോസ് സുവിശേഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്നു. ഇനി നോക്കുക 14-ാം വാക്യം. അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 14-ാം വാക്യം എന്താ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്?
എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എപ്പോഴാണ് യേശു ശുശ്രൂഷ തുടങ്ങുന്നത്? മർക്കോസ് പറയുന്നത് എപ്പോഴാ തുടങ്ങുന്നതെന്നാ? യോഹന്നാൻ തടവിലായ ശേഷം എന്നാ പറയുന്നത്. എന്നാൽ നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നോക്കിയേ, യോഹന്നാൻ തടവിലായ ശേഷമാണോ യേശുവിന്റെ ശുശ്രൂഷ നടക്കുന്നത്? 1-ാം അധ്യായത്തിൽ നോക്കിയേ, 1:19 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാലായേ അറിയാം. യോഹന്നാനോട് കൂടെ തന്നെ കർത്താവിന്റെ ശുശ്രൂഷ നടക്കുക അല്ലേ? യോഹന്നാനോട് കൂടെ തന്നെ യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു, യേശുവിനെ സ്നാനപ്പെടുത്തുന്നു. യോഹന്നാന്റെ കൂടെയുള്ള ശിഷ്യന്മാർ കർത്താവായ യേശുവിനെ അനുഗമിക്കുന്നു. പിന്നീട് അതിനോട് തൊട്ടു ചേർന്ന് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം. അപ്പൊ യോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. യോഹന്നാനോട് കൂടെ തന്നെ പ്രവർത്തിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ വളരെ ശ്രദ്ധിക്കണേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താ, ഇത് ക്ലാസ് ആയതുകൊണ്ട് അത്ര ആസ്വാദ്യമാകുകയില്ല. ഇത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുള്ളൂ. സോറി, യേശുക്രിസ്തു എത്ര വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു? അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ, അത്യാവശ്യം പറയാൻ. എത്ര? പഠനത്തിൽ നിന്ന് 3.5 വർഷം എന്നാണ് പറയുന്നത്. അങ്ങനെ 3.5 വർഷം എന്നാ പറയുന്നത്. നിങ്ങൾ നോക്കിയേ, മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ഏതാണ്ട് 2 വർഷമേ കാണുന്നുള്ളൂ. എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കണക്കാക്കുന്നതെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം, വളരെ ലളിതമാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ സംബന്ധിച്ച പെസഹ കണക്കാക്കുക. വർഷത്തിൽ എത്ര പെസഹയുണ്ട്? വിരലൊക്കെ കാണിക്കുന്നുണ്ട്. എത്ര? ഒരു പെസഹ. നിങ്ങൾ നോക്കിക്കോ, മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങൾ നോക്കിയാൽ യേശുക്രിസ്തു സംബന്ധിച്ച 2 പെസഹയേ ഉള്ളൂ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സംബന്ധിച്ച് കഷ്ടിച്ച് 2 വർഷത്തെ ചരിത്രമേ സമവീക്ഷണ സുവിശേഷന്മാർ നൽകുന്നുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നേ, യേശുക്രിസ്തു സംബന്ധിച്ച് എത്ര പെസഹ ഉണ്ടെന്ന് നോക്കിയേ. ഇതിനകത്ത് 2-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിക്കാട്ടെ. 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. യഹൂദന്മാരുടെ പെസഹ സമീപമാണ്. യേശു യെരൂശലേമിലേക്ക് പോയി. ഇനി നോക്കിക്കാട്ടെ. അപ്പോ 1-ാമത്തെ പെസഹ, യേശു സംബന്ധിച്ച 1-ാമത്തെ പെസഹ. ഇനി നോക്കിക്കാട്ടെ, 7-ാം അധ്യായത്തിലേക്ക് വന്നാണ്. 7-ാം അധ്യായത്തില് നോക്കുക, കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ സഞ്ചരിച്ചു പോരുന്നു. 10-ാം വാക്യം നോക്കുക. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, പിന്നെ രഹസ്യത്തിലെന്നതുപോലെ യേശുവും എങ്ങോട്ട് പോയി? ഉത്സവത്തിന് പോയി. അപ്പോ കർത്താവ് സംബന്ധിച്ച 2-ാമത്തെ പെസഹ എവിടാ? 7-ാം അധ്യായത്തിൽ അല്ലേ? 2-ാമത്തെ പെസഹ. ആ അധ്യായം നിങ്ങൾ സൂക്ഷിച്ച് ഒരാവർത്തി വായിച്ചു നോക്കണം. അപ്പോൾ
കർത്താവായ യേശു ക്രിസ്തു പെസഹായിക്ക് തന്നെയാണ് പോയതെന്നറിയാം. ഇനി നോക്കട്ടെ, മൂന്നാമത്തെ പെസഹ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിയേ. ആ, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. മൂന്നാമത്തെ പെസഹ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടം എത്ര വർഷം? 2. ആ, എത്ര? എന്തായാലും 3 പെസഹായ്ക്ക് സംബന്ധിച്ചല്ലേ? ആരോ ഒരാൾ പറഞ്ഞ് 2 പറഞ്ഞു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ചോദ്യോത്തര രീതിയിലേക്ക് പോകുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി. 2-ാം അധ്യായത്തിലെ പെസഹ മുതൽ 7-ാം അധ്യായത്തിലെ പെസഹ വരെ 1 വർഷം. 7-ാം അധ്യായത്തിലെ പെസഹ മുതൽ 13-ാം അധ്യായത്തിലെ പെസഹ വരെ 1 വർഷം. 1 അധികം 1 സമം 2. 2. ഇല്ലേ? ഇത് നമ്മളങ്ങ് നീട്ടിയൊക്കെ വെട്ടിയങ്ങ് വടിച്ചു വിടുക. യേശുക്രിസ്തു 3.5 വർഷം ശുശ്രൂഷ ചെയ്തു, 3.5 വർഷം ശുശ്രൂഷ ചെയ്തെന്ന്. ഇനി നോക്കണം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് എങ്ങനാ? ഈ പെസഹായോടുകൂടെ 2-ാം അധ്യായത്തിലെ ആദ്യത്തെ അത്ഭുതം അവിടെ ചെയ്യുന്നത്. പെസഹായോടുകൂടെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്, അല്ലേ? പിന്നെ അത് മുതൽ 7 വരെ 1 വർഷം, അല്ലേ? ആ 7-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെ നോക്കുമ്പോൾ 2 വർഷം. അപ്പൊ 2 വർഷം കർത്താവ് പരസ്യ ശുശ്രൂഷ തികച്ചും 2 വർഷം ചെയ്തു, അല്ലേ? ഉറപ്പാണ്, 2 വർഷം ചെയ്തു. എന്നാൽ ഈ 13-ാമത്തെ അധ്യായത്തിലെ പെസഹ കഴിഞ്ഞ് യേശു എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു? 4 ദിവസം. 3. ഞാൻ നിങ്ങളെ കൊണ്ട് അബദ്ധമൊന്നും പറയിപ്പിക്കുന്നില്ല കേട്ടോ. ആ പെസഹയുടെ രാത്രി, അന്ന് രാത്രി കഴിഞ്ഞപ്പോൾ കർത്താവിനെ പിടിച്ചു. വെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിച്ചു. ശനി കഴിഞ്ഞ് ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. പിന്നെ എത്ര ദിവസം ജീവിച്ചു? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കർത്താവ് എത്ര ദിവസം ജീവിച്ചു ഇവിടെ? 40. അപ്പൊ 3 ദിവസം അവിടെ അല്ല, അപ്പൊ 40 ദിവസം കൂടി വന്നാൽ ഈ 13-ാം അധ്യായത്തിലെ പെസഹ കഴിഞ്ഞാൽ ഒരു 43 ദിവസം, അല്ലേ? അപ്പൊ ഈ 3.5 വർഷം ഒന്ന് തട്ടിമൂളിക്കുന്നത് ശരിയാണോ? അങ്ങനൊക്കെ പറഞ്ഞോ കേട്ടോ. എന്തായാലും ആ രീതിയിൽ അങ്ങ് നമ്മളെ ചിന്തിച്ച് പഠിച്ചു വച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാനിത് കൃത്യമായിട്ട്. അതേസമയം മറ്റ് സുവിശേഷങ്ങൾ പഠിച്ചാൽ കർത്താവ് സംബന്ധിച്ച 2 പെസഹായേ ഉള്ളൂ. 2-ലേറെ കൊല്ലം കർത്താവ് പരശുശ്രൂഷ ചെയ്തു എന്ന് യോഹന്നാൻ സുവിശേഷത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം കൊണ്ടാണ്. ഈ 1-ാം അധ്യായത്തിലെ ആ സംഭവങ്ങളും പിന്നീട് 13-ാം അധ്യായം കഴിഞ്ഞുള്ള ദിവസങ്ങളും എല്ലാം കണക്കാക്കിയാൽ 3 വർഷത്തിൽ താഴെയാണ് കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തത് എന്നുള്ളതാണ് കൂടുതൽ കൃത്യമായ. അതിപ്പോ മനസ്സിൽ വെച്ചേക്ക. എന്താ, ആർക്കെങ്കിലും സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഓടി ചോദിച്ചോണം കേട്ടോ. ഇത് വെച്ചാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം കണക്കാക്കുന്നത്. ഈ പെസഹായുടെ വർഷം കണക്കാക്കിയാണ്. ഇനി നോക്കുക, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട കർത്താവ് ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കി. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. വേറെ ആരും പറഞ്ഞിട്ടില്ല
യോഹന്നാൻ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾക്ക് ഈ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഒടുവിൽ നിർത്തിയത് എവിടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഈ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശമായിരുന്നു. ഞാൻ ഇന്ന് വളരെ വേഗം 2 കാര്യങ്ങൾ, യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയതിൻ്റെ പിമ്പിൽ 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എല്ലാവരും കർത്താവിൽ വിശ്വസിക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. എന്താ? യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്നെല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെടണം. അപ്പൊ ആ ലക്ഷ്യത്തിന് നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം: ഇവാഞ്ചലിസ്റ്റിക് പർപ്പസ്. എന്താ? സുവിശേഷവൽക്കരണത്തിന്റെ ലക്ഷ്യം. സുവിശേഷം വ്യക്തമായി ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അപ്പോളജറ്റിക്കൽ പർപ്പസ്. ഈ അപ്പോളജറ്റിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സമഗ്രമായ വിശദീകരണമാണ്, സമഗ്രമായ പഠനമാണ്. രക്ഷിക്കപ്പെട്ടവരെ സമഗ്രമായ പഠനത്തിലൂടെ, അഥവാ അപ്പോളജറ്റിക് പർപ്പസിലൂടെ വിശദമായി സത്യങ്ങൾ ഗ്രഹിപ്പിച്ച് അവരെ ഏറ്റവും ആത്മീയമായി വളർത്തുക എന്നുള്ള ലക്ഷ്യം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണില്ല. ഞാൻ എന്തോ വളരെ അപ്പോളജറ്റിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ, അപ്പോളജി എന്ന് പറഞ്ഞാൽ, അപ്പോളജറ്റിക് എന്ന് പറഞ്ഞാൽ, അപ്പോളജി ബൈബിൾ പഠിക്കുമ്പോൾ ഉള്ള ഒരു പഠന ശാഖയാണ് അപ്പോളജി എന്ന് പറയുന്നത്. പ്രസംഗത്തിൽ തന്നെ അപ്പോളജറ്റിക്കൽ പ്രീച്ചിങ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വാക്യം എടുത്തിട്ട് അതിനോട് ചേർന്ന വാക്യങ്ങൾ പറയുകയല്ല, പിന്നെ ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ നാനാ വശങ്ങളിലേക്ക് പോയി താൻ ഉദ്ദേശിക്കുന്ന ആശയം സ്ഥാപിക്കുന്നതാണ് അപ്പോളജറ്റിക്കൽ പ്രീച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സുവിശേഷകന്മാരും ബൈബിൾ ടീച്ചേഴ്സും ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ അപ്പോളജറ്റിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ വിശദമായ പഠനമാണ്, വിസ്തീർണമായ പഠനമാണ്. കേൾക്കണേ, ആരും പിന്നെ ലീവ് ചെയ്ത് പോകല്ലേ, ഞാൻ അതൊന്ന് വ്യക്തമാക്കാം. ഇത് യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് എന്തോ പറഞ്ഞോണ്ട? ആദ്യത്തെ വാക്യം അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്നവർ പറഞ്ഞോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്താ അത്? ഈ വചനം എന്ന് പറഞ്ഞ എന്താ? വചനം എന്ന് പറഞ്ഞ ആരാ? എല്ലാവരും ഉത്തരം പറഞ്ഞു അല്ലേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്ന ആശയം അക്കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ ഫിലോസഫിയാണ്. ഏതോ ഒരു ഇതിൽ നിന്ന് ശബ്ദം വരുന്നുണ്ടല്ലോ. ദയവായിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നോക്കുക, ഈ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വിട്ട് ഈ സുവിശേഷത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വചനത്തിലാണ് തുടങ്ങുന്നത്. 3-ാം അധ്യായത്തിലോട്ട് വന്നേ. എന്താ വിഷയം? എന്താ? വീണ്ടും ജനനം. എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? 4-ാം അധ്യായത്തിലേക്ക് വന്നേ.
ആരാധന. 7-ാം അധ്യായത്തിലേക്ക് വന്നേ. പരിശുദ്ധാത്മാവ് കട്ടി ഉപദേശ സത്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ യോഹന്നാൻ അപ്പസ്തലൻ കൈകാര്യം ചെയ്യുന്നത്. തൻ്റെ വായനക്കാരെ കേവലം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു നിത്യജീവൻ പ്രാപിച്ച് അവിടെ കൊണ്ട് നിർത്തുകയല്ല, പിന്നെ അവരെ ദൈവിക സത്യങ്ങൾ, ആത്മീക സത്യങ്ങൾ പഠിപ്പിച്ച് അവരെ ഏറ്റവും പ്രബുദ്ധരാക്കുകയാണ്. ഞാൻ ലേഖനങ്ങളിലെ ഒരു വാക്യം പറഞ്ഞാൽ, എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യം പറഞ്ഞാൽ, ക്രിസ്തു എന്ന തലയോളം ഒരു വിശ്വാസിയെ വളർത്തുക. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. കേവലം യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല എഴുതിയത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആത്മീകമായി വളരണം. അതിനാവശ്യമായ എല്ലാ ആത്മീക വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വമുണ്ട്. തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും ടഫായ വേദപുസ്തകത്തിലെ ഏറ്റവും വിഷമിപ്പിക്കുന്ന വിഷയം അത് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ നമുക്ക് അതവിടെ നിർത്താം. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു വലിയ സവിശേഷം കേൾക്കുന്നുണ്ടല്ലോ. ഈ ആദ്യത്തെ 3 സുവിശേഷകന്മാർ, ആദ്യത്തെ 3 സുവിശേഷകന്മാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഇവർ യേശുക്രിസ്തു ചെയ്ത അടയാളങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? അത്ഭുതം എന്ന. അത്ഭുതം, അതിശയം, 2 വാക്കുകൾ പ്രധാനമായിട്ടും, 3 വാക്യങ്ങൾ. ഒന്ന്, ശക്തി. കർത്താവായ യേശുവിനെ കൊണ്ട് പിതാവായ ദൈവം ചെയ്യിച്ച ശക്തി, ഒന്നാമത്തെ വാക്ക് പവർ, ശക്തി. രണ്ടാമത്തെ വാക്ക് അത്ഭുതം. മൂന്നാമത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ വണ്ടേഴ്സ്. മൂന്നാമത്തെ വാക്ക് വീര്യപ്രവർത്തികൾ, മിറക്കിൾസ്. 3 വാക്കുകൾ. പവർ 1, ശക്തി 2, വണ്ടേഴ്സ് അഥവാ അത്ഭുതങ്ങൾ 3, വീര്യപ്രവർത്തികൾ അഥവാ മിറാക്കിൾസ്. ഇതൊക്കെ വളരെ ഗഹനമായ പഠനമാണ് കേട്ടോ. ഇനി നോക്കുക, യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താന്ന് നോക്കിയേ. യോഹന്നാൻ ഈ അത്ഭുതം ഉപയോഗിച്ചിട്ടില്ല. യോഹന്നാൻ ഈ ശക്തി എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഈ യോഹന്നാൻ വീര്യപ്രവൃത്തി എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മിറക്കിൾ എന്നുള്ള വാക്കല്ല യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടേഴ്സ് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ശക്തി അഥവാ പവേഴ്സ് എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. 11-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. അടയാളങ്ങൾ. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷകന്മാർ യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അടയാളങ്ങൾ എന്ന വാക്കാണ്. അടയാളം എന്ന വാക്കാണ്. നിങ്ങൾ നോക്കിക്കോ,
ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോണം. ഇത് മുഴുവൻ വായിച്ചേച്ച് വന്ന് എന്നെ കൊടുക്കാനാണെങ്കിലും നിങ്ങൾ ചോദിക്കണം കേട്ടോ. എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? അടയാളങ്ങൾ. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലെ കാനാവിൽ വെച്ച് സയൻസ് എന്ന വാക്കാണ്. SIGNS. ചില വേർഷൻസിൽ, ഇംഗ്ലീഷ് വേർഷൻസിൽ മിറാക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് മിറാക്കിൾ എന്നുള്ള വാക്കല്ല, സയൻസ് എന്ന വാക്കാണ്. SIGN, അടയാളങ്ങൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, ഈ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ചെയ്ത എത്ര അടയാളങ്ങളുണ്ടെന്നറിയാമോ? യേശുക്രിസ്തു ചെയ്ത 8 അടയാളങ്ങളേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ചെയ്ത 8 അടയാളങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ മറ്റു സുവിശേഷങ്ങളെല്ലാം നോക്കിയാൽ യേശുക്രിസ്തു ചെയ്ത നിരവധി അത്ഭുതങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ചെയ്ത 8 അത്ഭുതങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത്ഭുതം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. പിന്നെ യോഹന്നാന്റെ വാക്ക് പറയുന്നത് എന്താ? അടയാളങ്ങളാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന കാനായിലെ കല്യാണത്തിന് കർത്താവ് വെള്ളം വീഞ്ഞാക്കുന്നത്. അതാണ് ഇത്. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇതിനിടയ്ക്ക് ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് യേശുക്രിസ്തു അത്ഭുതം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വേദപുസ്തകം അതുപോലെ വിശ്വസിക്കണം കേട്ടോ. ചിലർ പറയാറുണ്ട്, കർത്താവ് തച്ചിശാലയിൽ നിന്ന് ജോലി ചെയ്തപ്പോൾ ഒരു പ്രാവിൻ്റെ മരം കൊണ്ട് ഒരു പ്രാവിനെ ഉണ്ടാക്കി കൊത്തുപണി, അതിനിങ്ങനെ കൈവച്ചപ്പോൾ അത് പറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. പച്ചക്കള്ളവോ, പച്ച നുണയാ. യേശു ആദ്യം ചെയ്ത അത്ഭുതം, ദൈവവചനം കള്ളം പറയുകയില്ല. യേശുക്രിസ്തു ഒന്നാമത് ചെയ്ത അത്ഭുതം ഏതാ? കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയാണ്. 2-ാമത്തെ അത്ഭുതം 4-ാം അധ്യായം. അതധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. 4-ാം അധ്യായത്തിന്റെ 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ രാജഭൃത്യന്റെ മകന് കർത്താവ് സൗഖ്യമാക്കും. രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്ന അടയാളം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്ഭുതം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്റെ അശ്രദ്ധ കൊണ്ടാണ്, അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഏത് കാര്യമാണെങ്കിലും ചിലർ പഠിക്കും, പക്ഷെ പ്രായോഗികമാക്കുമ്പോൾ തെറ്റും കേട്ടോ. അങ്ങനെ വരരുത്. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഈ വാക്കുകളൊക്കെ നമ്മൾ തിരിച്ചു പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇപ്പം ഞാൻ അവിടോട്ട് പോകുന്നില്ല. 3-ാമത്തെ അടയാളം, യേശു ചെയ്ത 3-ാമത്തെ അടയാളം നോക്കണം. 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. 5-ാം അധ്യായത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് അത്. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ തളർവാദ രോഗിയായി കിടന്ന മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ്. എത്ര 1ഉം 2ഉം അല്ല, ചില്ലറ കൊല്ലങ്ങളല്ല, പിന്നെ 38 വർഷം. ഞാന്
ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. ഇയാൾ യേശു കർത്താവിനോട് പറയുന്ന വാചകം നിങ്ങൾ നോക്കി, 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ അറിയാം. എന്താ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മനസ്സുണ്ടെന്നല്ല ഇയാൾ പറയുന്നത്. ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ പോരെ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പോരെ? ഇദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയാം? 38 ആണ്ടുകളായി ഞാൻ ഇവിടെ കിടക്കുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന് അപ്പോൾ എത്ര വയസ്സ് കാണും? ഏകദേശം 31 കഴിഞ്ഞ് 32 ആയിട്ടുണ്ട് അല്ലേ? ഇവൻ ഇവിടെ വന്നിട്ട് എത്രയായി? ഇവിടെ വന്നിട്ട് എവിടെ? ബെഥേസ്ദ കുളക്കര വന്നിട്ട് എത്രയായി? 38 വർഷം. നിനക്ക് എൻ്റെ കാര്യത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ചോദിച്ചതിന്റെ അർത്ഥം. മനസ്സിലായോ? നിന്നേക്കാ പ്രായമുണ്ട് ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ചില ഇതുപോലെ പാരമ്പര്യം പറയുന്നത് കേട്ടോ. യേശുവിനേക്കാ പാരമ്പര്യം പറഞ്ഞു കളയും. അപ്പോ മൂന്നാമത്തെ അടയാളം ഈ ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന രോഗിക്ക് കർത്താവ് നൽകുന്ന സൗഖ്യമാണ്. നാലാമത്തെ അടയാളം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ്. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയാമോ ഏതാണ്ട്? 5 അപ്പം കൊണ്ട് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണ് 4-ാമത്തെ അടയാളം. 5-ാമത്തെ അടയാളം 6-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതാണ്. 6-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നതാണ്. എന്താ? വെള്ളത്തിന്മേൽ കർത്താവ് നടന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി തൻ്റെ ശിഷ്യന്മാരെ മറുകരയെത്തിക്കുന്ന അടയാളം. അതാണ് 5-ാമത്തെ അടയാളം. 6-ാമത്തെ അടയാളം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലാണ്. അതേതാണെന്നറിയാമോ? പിറവി കുരുടനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് 6-ാമത്തെ അത്ഭുതം. 7-ാമത്തെ അത്ഭുതം 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 45 വരെയാണ്. 11-ന്റെ 17 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലെ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. 8-ാമത്തെ അത്ഭുതം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ പെരുത്ത മീൻകൂട്ടം ശിഷ്യന്മാർക്ക് നൽകി അവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന അടയാളമാണ് 8-ാമത്തെ അടയാളം 21-ാം അധ്യായത്തിൽ. നമുക്കിത് ക്രമമായിട്ട് ഒന്നുകൂടെ ആവർത്തിക്കാം. യേശു വെള്ളം വീഞ്ഞാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഈ പഠനത്തിൽ വേണമല്ലോ ഇത് പറയാൻ. യേശു വെള്ളം വീഞ്ഞാക്കിയത് അതിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തുവാണ് ജീവന്റെ സ്രോതസ്, ദ സോഴ്സ് ഓഫ് ലൈഫ്. യേശു ക്രിസ്തുവിന് പ്രപഞ്ചത്തിലെ വെള്ളത്തെ വീഞ്ഞാക്കാൻ സാധിക്കും. ആർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ദൈവദാസൻ, അദ്ദേഹം ഈ കാര്യം ഉദ്ധരിച്ച് പ്രസംഗിച്ച കാര്യം ഞാൻ ഒരു 2 മിനിറ്റ് എടുത്ത് പറഞ്ഞോട്ടെ. എനിക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകുന്നുണ്ട്, സമയം ഒത്തിരി പോകും. അദ്ദേഹം പറഞ്ഞു, യേശു വെള്ളം വീഞ്ഞാക്കി, കൃഷ്ണൻകുട്ടിയും വെള്ളം വീഞ്ഞാക്കും. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് അദ്ദേഹം. കൃഷ്ണൻകുട്ടിയും വെള്ളം വീഞ്ഞാക്കാം. പക്ഷേ മുന്തിരി തൈ കൊണ്ടുവരണം, അത് നടണം, വെള്ളമൊഴിക്കണം,
അത് വളരണം, വളർന്നിട്ട് അത് കായ്ക്കണം, കായ്ച്ചിട്ട് അത് പഴുക്കണം, പഴുത്തിട്ട് അതെടുത്ത് എന്ത് ചെയ്യണം? മുന്തിരി ചാറാക്കണം. അപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തെ വീഞ്ഞാക്കാം. എങ്ങനെ? വെള്ളം ഒഴിച്ചാൽ ആണല്ലോ ഇത് വളർത്തുന്നത്. വെള്ളം വീഞ്ഞാക്കാം, പക്ഷേ വർഷങ്ങളെടുക്കും. എന്നാൽ യേശുവിൻ്റെ ഒരു വാക്കിൽ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ മികവുറ്റ തെളിവാണ് ഈ വെള്ളം വീഞ്ഞാക്കിയത്. അതവിടെ നിൽക്കട്ടെ, നമുക്കിനി പഠിക്കുന്നുണ്ട്. ആ ഭാഗം പഠിക്കുമ്പോൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്, രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നു. അല്ലേ? അതെങ്ങനെയാണെന്നറിയാമോ? ഈ രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നീ എൻ്റെ വീട്ടിലോട്ട് വരണം. കർത്താവ് പറഞ്ഞു, നീ പൊക്കോ. കർത്താവ് പോയോ അവൻ്റെ കൂടെ? കർത്താവിൻ്റെ കൂടെ പോയില്ല. അവനോട് പറഞ്ഞു, നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു. ഈ രാജഭൃത്യൻ അത് വിശ്വസിച്ചങ്ങ് പോയി. താൻ വീടോട് അടുത്തപ്പോൾ വീട്ടിൽ നിന്ന് ആള് വരുന്നു. എന്താ? നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, അവന് സൗഖ്യമായി. സമയം ചോദിച്ചറിഞ്ഞപ്പോൾ, ഏതാ സമയം? നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു എന്നേശു പറഞ്ഞ ആ സമയത്താണ് ഈ രാജഭൃത്യന്റെ മകന്, സ്തോത്രം, സൗഖ്യം വന്നത്. ഞാൻ പറയട്ടെ, ദൂരത്തിനതീതനായ ദൈവമാണ് യേശു. സമയത്തിനതീതനായ ദൈവമാണ് യേശു. മനസ്സിലാകുന്നല്ലോ അല്ലേ? തലയാട്ടിയാ മതി. യേശുക്രിസ്തു ദൂരത്തിനും സമയത്തിനും അതീതനാണ്. ദൂരത്തിന്റെ കർത്താവാണ് യേശുക്രിസ്തു. ആ വീട്ടിലേക്ക് പോകാതെ സൗഖ്യം നൽകും. ഇനി 38 വർഷം പക്ഷവാത രോഗിയായിരുന്നവന് കർത്താവ് സൗഖ്യം കൊടുത്തതിൻ്റെ അതിലെന്താ ആശയം? അതിൻ്റെ ആശയം എന്താ? ഇവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 38 കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര, കാര്യം യേശുവിനൊക്കെ പ്രായമുണ്ടല്ലോ. കർത്താവ് ഇങ്ങനെ പറഞ്ഞാണ്, എൻ്റെ പൊന്ന് സഹോദര, നീ എത്ര ആണ്ടായി ഇവിടെ കിടക്കുന്നു എന്നുള്ളതല്ല വിഷയം. നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാണ് ഞാൻ. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സമയത്തിൻ്റെ കർത്താവാണ് യേശു. ഇനിയും 5, വെള്ളത്തിന്മേൽ നടക്കുന്ന യേശു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശു. എന്താ വ്യക്തമാക്കുന്നത്? ആ അടയാളത്തിലൂടെ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. യേശു പ്രകൃതിയോട് കൽപ്പിച്ചാൽ അത് അനുസരിക്കും. എനിക്ക് ഇങ്ങനെ ഉള്ളി സ്തോത്രം അങ്ങ് വരുന്നുണ്ട് കേട്ടോ. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ് യേശുക്രിസ്തു. അല്ല, ഇതിനു മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യം അത് വിട്ടുപോയല്ലേ? സോറി. അപ്പൊ ഇതിനു മുമ്പ് എഴുതേണ്ട കാര്യമാണ് ഇപ്പൊ പറയുന്നത്. 4ാമത്തെ അത്ഭുതം ഏതാ? അത്ഭുതമല്ല, അടയാളം ഏതാ? 5 അപ്പം. അത് എന്താ വ്യക്തമാക്കുന്നത്? അതിന് നമ്മുടെ വ്യാഖ്യാനം വേണോ? വേണ്ട. യേശുക്രിസ്തു തന്നെ പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം എന്താ? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ നിത്യജീവൻ കൊടുക്കുന്ന അപ്പമാണ്. ഇതിനെല്ലാം ഒരു തീമുണ്ട് കേട്ടോ. യേശു ചെയ്ത അടയാളങ്ങൾക്ക് പിമ്പിൽ ഒരു വലിയ തീമുണ്ട്, ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഇനിയും എത്രണ്ണായി? 5 അല്ലേ? 1 വെള്ളം വീഞ്ഞാക്കി, 2 രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കി, 3 38 രോഗിയായവന്
വിടുതൽ നൽകി. 4, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5 വെള്ളത്തിന്മേൽ നടന്നു. 6-മത്തത് പിറവി കുരുടനെ സൗഖ്യമാക്കുന്നു. അതെന്താ വെളിപ്പെടുത്തുന്നത്? സ്തോത്രം. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാനിപ്പോ ഈ ഒരു വാചകത്തിലേ പറയുന്നുള്ളേ. പിന്നെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാൻ ശ്രമിക്കാം. ഇനിയും 7, ലാസറിനെ ഉയർപ്പിക്കുന്നു. 7-മത്തെ അടയാളം അല്ലേ? 7-മത്തെ അടയാളം അതെന്താ വ്യക്തമാക്കുന്നത്? മരണത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. അവിടെ കർത്താവായ യേശു തന്നെ പറയുന്നുണ്ട്, എന്താ? ഞാൻ ജീവനും പുനരുദ്ധാനവുമാകുന്നു. ഞാൻ പുനരുദ്ധാനവും പിന്നെ ജീവനുമാകുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പലരും ഇതിൻ്റെ ഒന്നും അർത്ഥം ചിന്തിക്കാറേയില്ല. ജീവൻ നൽകുന്നു എന്നല്ല, പുനരുത്ഥാനം നൽകുന്നു എന്നല്ല, ഞാൻ തന്നെ പുനരുദ്ധാനം. യേശുവിനെ സ്വീകരിച്ചാൽ ഒരു വ്യക്തി പുനരുദ്ധാനത്തെ സ്വീകരിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ജീവൻ ലഭിക്കുകയല്ല, പിന്നെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ജീവനായി മാറുകയാണ്. ക്രിസ്തു അവന്റെ ജീവനായി മാറുകയാണ്. ഇനിയും 8-മത്തത് പെരുത്ത മീൻകൂട്ടത്തിന്റെ അടയാളം. അതിനകത്തൊരു വലിയ യാഥാർത്ഥ്യമുണ്ട് കേട്ടോ. അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് തൊട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണും. അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നു. യേശുക്രിസ്തു ആ ചെയ്ത അടയാളത്തിലൂടെ പെരുത്ത മീൻകൂട്ടാകപ്പെട്ട അടയാളമാണ് അല്ലേ? ആ അടയാളത്തിലൂടെ സാധിച്ചത് എന്താ സാധിച്ചത്? ഞാൻ നിങ്ങളെ വട്ടം കിടക്കുന്നില്ല. സാർ എപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കും അല്ലേ? ഒരു ബുദ്ധിമുട്ടാണ്. എന്താ അവിടെ സംഭവിച്ചതെന്നറിയാമോ? പിന്മാറ്റത്തിലേക്ക് പോയ 7 എണ്ണത്തിന്റെ യഥാസ്ഥാനം തിരിച്ചു കൊണ്ടുവന്നു. പിന്മാറ്റത്തിലേക്ക് പോയ 7 പേരെ എന്ത് ചെയ്തു? യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തു. പിന്മാറിപ്പോയെന്നും പറഞ്ഞ് അവന്റെ കഴുത്തിന് പിടിച്ച് തള്ളിക്കളയുന്നവനല്ല യേശു. പിന്മാറിപ്പോയവനെ മാറോട് ചേർത്തവനെ ഉപയോഗിക്കുന്നവനാണ് യേശു ക്രിസ്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ, പിന്മാറ്റത്തിലേക്ക് പോയവനെ അത്ഭുതകരമായിട്ട് ഉപയോഗിക്കാൻ യേശുവിന് കഴിയും. അത്ഭുതകരമായിട്ട് ഉപയോഗിക്കാൻ യേശുവിന് കഴിയും. ഈ പിന്മാറിപ്പോയ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിലാണ് എത്ര പേര് രക്ഷിക്കപ്പെട്ടത്? പിന്മാറ്റക്കാരന്റെ പ്രസംഗം കേട്ടാൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവോ? ഭയങ്കര പിന്നെ വിശ്വാസ വീരന്മാരും വലിയ വക്രന്മാരും ഒക്കെ ഉണ്ടല്ലോ. ഒരു പിന്മാറ്റത്തിലേക്ക് പോയ ഒരുത്തൻ മടങ്ങി വന്ന് സുവിശേഷം പ്രസംഗിച്ചാൽ അവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരു മുൻവിധിയുടെ വലിയൊരു താമ്ര കവചം ഇട്ടോണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുപോലും ഇവന്റെ നെഞ്ചത്തോട്ട് കയറത്തില്ല. കാര്യം ഇയാള് ഭയങ്കര വക്രനാണ്. മറ്റൊരു പിന്മാറ്റത്തിൽ നിന്ന് വന്നവനാ. എന്നാൽ ഞാൻ പറയട്ടെ സ്നേഹിത സഹോദര, പിന്മാറ്റത്തിൽ നിന്ന് വന്നവനെ അത്യത്ഭുതകരമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. ലോകത്തിലെ ഏറ്റവും അധികം ആത്മാക്കൾ മാനസാന്തരപ്പെട്ട പ്രസംഗം ഏതാന്ന് പറയാമോ? ബൈബിളിൽ പറഞ്ഞു ഏറ്റവും അധികം ആത്മാക്കൾ മാനസാന്തരപ്പെട്ട ആരുടെ പ്രസംഗത്തിലാന്ന് പറയാം? യോനയുടെ. അയാൾ തിരിച്ചു വന്ന പിന്മാറ്റത്തിൽ നിന്ന്
അതാ പറഞ്ഞത്. പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുന്നവനെ കൊണ്ട് 1,20,000 ചില്ലുവാനും പേരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ അവനെ ഉപയോഗിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് വലിയ ഭക്തന്മാരായി വലിയ ഭക്തകളായിട്ട് നമ്മളങ്ങ് ചമഞ്ഞിട്ട് മറ്റുള്ളവരെ ചെറുതായി കാണരുത്. എടാ, ഏതോ ഒരു ഇതിൽ നിന്ന് പതിവിലേറെ ശബ്ദം വരുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്താൽ ആരെങ്കിലും ശ്രദ്ധിച്ചൊന്ന് ഏതാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവരെ ചെയ്യുമായിരിക്കും. ഓക്കെ, ഇനിയും ഈ കർത്താവ് ചെയ്ത ഈ അടയാളം, കർത്താവ് ചെയ്ത ഈ അടയാളം രണ്ടായിട്ട് തിരിയുക. ഒരൊറ്റ അടയാളം, ഒടുവിലത്തെ അടയാളം യേശുക്രിസ്തു ചെയ്തത് തൻ്റെ ഐഹിക ജീവകാലഘട്ടത്തിലല്ല, പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലല്ല. ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ, കർത്താവ് പുനരുത്ഥാനം ചെയ്യുന്നതിന് മുമ്പാണ് 7 അത്ഭുതവും ചെയ്തത്. 8ാമത്തെ അത്ഭുതം കർത്താവ് ചെയ്തത്, അത്ഭുതം ഉടനെ അടയാളം, 8ാമത്തെ അടയാളം ചെയ്തത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാണ്, പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞാണ് കർത്താവ് ആ അടയാളം ചെയ്യുന്നത്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ താക്കോൽ വാക്കുകൾ, കീ വേർഡ്സ്, താക്കോൽ വാക്കുകൾ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം. എല്ലാം പറയാൻ ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. 3ാമത്തേതിൽ വരുമ്പോൾ നിർത്തേണ്ടി വരും. 1ാമത്തേത് വചനം, ലോഗോസ്. യോഹന്നാൻ ഉപയോഗിക്കുന്ന താക്കോൽ വാക്കുകളിൽ ഒന്നാണ് വചനം. ശ്രദ്ധിക്കുക, തൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല, തൻ്റെ ലേഖനത്തിലും ഈ വചനം എന്ന വലിയ ആശയം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ 1ാം അധ്യായം പഠിക്കുമ്പോൾ, ഞാൻ ഇവിടെ തന്നെ ആ താക്കോൽ വാക്ക് എന്നുള്ളിടത്ത് തന്നെ നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനത് അതിന് മുതിരുന്നില്ല. 1ാം അധ്യായത്തിൻ്റെ പഠനത്തിൽ നമ്മൾക്കത് ചിന്തിക്കാം. ഇത് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയവും പഠനവുമാണ് വചനം എന്നുള്ളത്. അതിന് യഹൂദ വീക്ഷണമുണ്ട്, അതിന് ഗ്രീക്ക് വീക്ഷണമുണ്ട്. യഹൂദ വീക്ഷണത്തിലും ഗ്രീക്ക് വീക്ഷണം. ഇനി പറയുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞ് ഒരുപാട് പേര്, ഒരുപാടെന്നല്ല, ചില വിദ്വാൻമാർ അത് വിവാദമാക്കി ഫേസ്ബുക്കിലൊക്കെ എടുത്തിട്ട് വലിയ അലക്കൊക്കെ അലക്കി. ഇന്ത്യൻ ഫിലോസഫിയിലും ഉണ്ട്, വചനമുണ്ട്. ഭാരതീയ വീക്ഷണത്തിൽ ഉണ്ട്. ഏതാന്ന് പറയാമോ? ഓംകാരം, ശബ്ദം, വചനം. മനസ്സിലായോ? ഇന്ത്യൻ ഫിലോസഫിയിലും ഉണ്ട് ഇത്. ഓംകാരം എന്താണെന്നറിയാമോ? ഓംകാരം പ്രപഞ്ചത്തിന്റെ കാരണമാണ്, നാദബ്രഹ്മമാണ് ഓംകാരം. ബ്രഹ്മത്തോട് ചേർത്ത് നാദമാ പറഞ്ഞിരിക്കുന്ന വചനം, ശബ്ദം. കേട്ടോ? ഇതൊക്കെ ഈ ബൈബിളിൽ നിന്ന് ലോക സംസ്കൃതികളിലേക്ക് പകർന്നു വന്ന ആശയങ്ങളാണ് വചനം. രണ്ടാമത്, ഈ പുസ്തകത്തിലെ താക്കോൽ വാക്കുകളിൽ പ്രധാനപ്പെട്ട 2ാമത്തെ വാക്ക് വീണ്ടും ജനനം എന്നുള്ളതാണ്.
നമ്മൾ ഈ വീണ്ടും ജനനത്തെ കുറിച്ച് ഈ ബൈബിളൊക്കെ വായിച്ച് പഠിച്ചവർക്ക് വീണ്ടും ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര കണ്ട് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. ഞാൻ കുറച്ച് പറയല്ല, വില കുറച്ച് പറയല്ല കേട്ടോ. ഈ വീണ്ടും ജനനം എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്ന എത്ര വീണ്ടും ജനിച്ചവർക്ക് കഴിയുന്നു. എന്താ വീണ്ടും ജനനം എന്ന് ചോദിച്ചാൽ, ഇത് നിക്കോദെമാസ് തന്നെ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. കർത്താവ് പറഞ്ഞു ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വീണ്ടും ജനനം മനസ്സിലാക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്, പക്ഷെ അനുഭവിക്കാൻ എളുപ്പമാണ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വീണ്ടും ജനനം അനുഭവിക്കാൻ എളുപ്പമാണ്, പക്ഷേ വീണ്ടും ജനനം എന്താണെന്ന് വിശദീകരിക്കാനോ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ ബുദ്ധിമുട്ടാണ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ എത്ര ലളിതമായിട്ടാണ് കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കിയെന്നറിയാമോ? കാറ്റ്. ഉദാഹരണമായിട്ട് പറഞ്ഞ എന്താ? കാറ്റ്. നമുക്ക് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ചിന്തിക്കാമേ. ഇപ്പൊ ഒരു 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 എന്താ ആളുകൾ പറയുന്ന പോലെ ഒരു സർപ്രൈസ് ആയിട്ട് അവിടെ കിടക്കട്ടത്. നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. മൂന്നാമത് 1 വചനം, 2 വീണ്ടും ജനനം. മൂന്നാമത് ഈ സുവിശേഷത്തിലെ പ്രധാന വാക്കുകളിൽ ഒന്ന് ഞാൻ ആകുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങളാണ്. ഓർക്കണേ, നമ്മളെ മിക്കവാറും ഈ പരസ്യയോഗത്തിനും കൺവെൻഷനും ഒക്കെ പ്രസംഗിക്കുന്നവര് പറയുമ്പോഴേ ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ ഒരു ബുദ്ധിപദേശം നൽകുക. യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദം എന്ന് പറയാറുണ്ട്. ഈ ക്ലെയിംസ് എന്നുള്ളതിന് മലയാളത്തിൽ അവകാശവാദം തെറ്റാ പ്രയോഗം. അവകാശവാദങ്ങൾ നമ്മുടെ മോദി ഈ ഇടയ്ക്ക് പറഞ്ഞില്ലേ, പുള്ളിയുടെ ജന്മം എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ട് പറയാൻ പറ്റുകയില്ല, വേറൊരു പ്രത്യേക ജന്മമാണ്. മനസ്സിലായി? അത് കേവലം അവകാശവാദമാണ്. എന്നാൽ യേശുക്രിസ്തു താൻ അവകാശവാദമല്ല, അവകാശ പ്രഖ്യാപനമാണ് നടത്തുന്നത്. മനസ്സിലായോ? ഒരു വ്യക്തിക്ക് താൻ എന്തല്ലാതിരിക്കുന്നുവോ അതാണെന്ന് അവകാശപ്പെടാൻ കഴിയും. അത് വ്യാജമായിട്ട് അവകാശപ്പെടാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു താൻ എന്തായിരിക്കുന്നുവോ അതാണ് എന്ന് വ്യക്തമാക്കുന്നത് വാദമല്ല, അവകാശവാദമല്ല, പിന്നെ അവകാശ പ്രഖ്യാപനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾ എപ്പോഴും തൻ്റെ സ്വന്തം സെൽഫ് ഐഡന്റിറ്റി വ്യക്തമാക്കുന്നതാണ്. തൻ്റെ സ്വന്തം ഐഡന്റിറ്റി, താൻ ആരാണ് എന്ന് ലോകത്തിന് തിരിച്ചറിവ് നൽകുന്നതാണ്. ഞാൻ കർത്താവിൻ്റെ 7 അവകാശ പ്രഖ്യാപനങ്ങൾ, ഇനി ഞാൻ ആദ്യം ഒരു വാചകം പറഞ്ഞിട്ട് ഇത് ആദ്യം എഴുതിയിട്ട് വേണം. 23 പ്രാവശ്യം ഈ സുവിശേഷത്തിൽ ഞാനാകുന്നു എന്ന കർത്താവിൻ്റെ പ്രയോഗമുണ്ട്. 23 പ്രാവശ്യം. അത് സംക്ഷേപിച്ച് സംഗ്രഹിച്ചെടുത്താൽ 7 അവകാശ പ്രഖ്യാപനങ്ങളായിട്ട് ചുരുക്കാം.
7 അവകാശ പ്രഖ്യാപനങ്ങൾ. 5 മിനിറ്റ് എടുക്കുകയില്ല. ഒടുവിൽ പ്രാർത്ഥിക്കാൻ 2-3 മിനിറ്റ് ഇട്ട് ഞാൻ നിർത്താം. 1, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. 6-ാം അധ്യായം 35, 41, 48, 51 വാക്യങ്ങൾ. 1-ാമത്തെ അവകാശ പ്രഖ്യാപനം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രസംഗം തയ്യാറാക്കിക്കോണേ കേട്ടോ. 2, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 8:12. 2-ാമത്തെ അവകാശ പ്രഖ്യാപനം, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. 3-ാമത്തെ അവകാശ പ്രഖ്യാപനം 10-ാം അധ്യായത്തിന്റെ 7-9 വാക്ക്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഐ ആം ദ ഡോർ ഓഫ് ദ ഷീപ്പ്. ഞാൻ ആടുകളുടെ വാതിലാണ്. ഇനി 4, ഞാൻ നല്ല ഇടയനാകുന്നു. 10:11, 14, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാകും. 5, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 11:25, ഞാൻ പുനരുത്ഥാനവും, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. 6, ഞാൻ തന്നെ ചാപ്റ്റർ പറഞ്ഞു സാറേ. സത്യവും പുനരുദ്ധാനവും ജീവനുമാവുന്ന ചാപ്റ്റർ ഏതാന്ന് പറഞ്ഞില്ല. 11:25, 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. 6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 14-ാം അധ്യായം 6-ാം വാക്യം. 7, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. ഐ ആം ദ ട്രൂ വൈൻ. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശദീകരിക്കുന്നില്ലേ? ചിന്തിച്ചോണേ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. നിർത്തട്ടെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. നമുക്ക് ജീവൻ ഉണ്ടായത് എപ്പോഴാണെന്നറിയാം? ഈ മുന്തിരിവള്ളിയിൽ വസിച്ചപ്പോൾ. നാം രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? ഈ മുന്തിരിവള്ളിയിൽ വസിച്ചപ്പോഴാണ്. നമുക്ക് സ്വർഗവുമായി കൂട്ടായ്മ ഉണ്ടായത് എപ്പോഴാണെന്നറിയാമോ? ഈ മുന്തിരിവള്ളിയിൽ വസിച്ചപ്പോഴാണ്. നമ്മൾ ഈ മുന്തിരിവള്ളിയിൽ കിളിർത്തു വന്നവരല്ല. ഈ മുന്തിരിവള്ളിയോട് നമ്മളെ ചേർത്ത് വെച്ചതാണ്. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.